الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اصلح لنا ديننا التي هو عصمة أمرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അവനവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇൽമ് അത് ജീവിതത്തിലേക്ക് അമലിൽ കൊണ്ടുവരാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം റബ്ബ് സുബ്ഹാനഹു വതആല ഇഖ്ലാസുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹീഹ് മുസ്ലിമിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഏറെ പ്രശസ്തമായ ഹദീസാണ്, ഹദീസ് ജിബ്രീൽ എന്ന ഹദീസ്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ عند النبي صلى الله عليه وسلم, നാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ദിവസം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിൻ്റെ മുടി നന്നായി കറുത്തിരിക്കുന്നുണ്ട്. താടി രോമങ്ങളും മുടികളൊക്കെ നന്നായി കറുത്തിട്ടാണുള്ളത്. വശദീദു ബയാദി സിയാബ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം നല്ല വെളുപ്പാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം യാത്രക്കാരനുമല്ല. വലാ യഅരിഫു മിന്നാ അഹദ്, നാട്ടിലുള്ള ആർക്കും അദ്ദേഹത്തെ അറിയില്ല. നാട്ടിലുള്ള ആളുമല്ല, യാത്രക്കാരൻ്റെ അടയാളങ്ങളും അദ്ദേഹത്തിലില്ല. കാരണം യാത്രക്കാരനാണെങ്കിൽ ഒന്നെങ്കിൽ മുടി പൊടി പിടിച്ചിട്ടുണ്ടാകും, വസ്ത്രത്തിൽ അഴുക്ക് വന്നിട്ടുണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു അടയാളവും അദ്ദേഹത്തിൻ്റെ ദേഹത്തിലില്ല, അദ്ദേഹത്തെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. അതിൽ ചോദിച്ചു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാൻ, ഈമാൻ എന്ന് വെച്ചാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി, അല്ലാഹുവിൻ്റെ മലക്കുകൾ വിശ്വസിക്കണം, അവൻ്റെ റസൂലുകൾ വിശ്വസിക്കണം. റസൂലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കിതാബുകൾ, ഖുർആൻ, സബൂർ, ഇൻജീൽ, സുഹഫ് ഇബ്രാഹിം, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകൾക്ക് നൽകിയ കിതാബുകൾ നീ വിശ്വസിക്കണം. വൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളും നീ വിശ്വസിക്കണം. വബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ് എന്ന ഖദ്റിലും നീ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, വബിൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കത്തിൽ നീ വിശ്വസിക്കണം. എല്ലാവർക്കും വിശ്വാസമുണ്ട്, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിശ്വാസമുണ്ട്. ഓരോ മുസ്ലിമിനെ വിളിച്ച് നീ ചോദിച്ചാലും അവസാനം എന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്? ഓൻ പറയും മരണമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. പക്ഷെ പലപ്പോഴും നാം അതിനെ മറന്നു പോകാറാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ പല രൂപത്തിൽ നമ്മെ ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. റബ്ബ് സുബ്ഹാനഹു വ തആലയും ഇത് ഓർമ്മയുണ്ടാകുമ്പോൾ ഒരു മുഅ്മിന് റബ്ബിലേക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്ന അവ്വല മാ നസല മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അൽ മുഫസ്സൽ, മുഫസ്സലായ സൂറത്തുകളാണ്. എന്താ മുഫസ്സലായ സൂറത്തുകൾ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുള്ള സൂറത്തുകളാണ്. അല്ല അതായിരുന്നില്ല എങ്കിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖിയാമത്ത് നാളിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും റബ്ബിനെക്കുറിച്ചും പരാമർശിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന സൂറത്തുകളായിരുന്നില്ല ആദ്യം ഇറങ്ങിയതെന്നായിരുന്നെങ്കിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നിങ്ങൾ മദ്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും നമ്മളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വ്യഭിചാരം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും നമ്മളെ കൊണ്ട് പറ്റൂല. അവരുടെ മനസ്സിനെ അതിന് പാകമാക്കിയെടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതേത് വിധികളും വിലക്കുകളും നിരോധങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം തയ്യാറാണ് എന്നവരെ കൊണ്ട് പറയിപ്പിച്ചത് ഈ തരത്തിലുള്ള ഉത്ബോധനങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും നാം സൃഷ്ടിച്ചത്, നാം പടച്ചത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ, ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. ആ മരണം വരെയുള്ള ജീവിതത്തിനാണ് നമ്മൾ എന്ത് പറയാം? ഇഹലോകം എന്ന് പറയാം. ജീവിതം മുതൽ മരണം വരെ. മരണത്തിന് ശേഷമുള്ളതാണ് പരലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഉണർത്തലുകൾ ആവശ്യമാണ്. വദക്കിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ വദക്കിർ, നീ ഓർമ്മിപ്പിക്കുക, നീ ഉത്ബോധനങ്ങൾ നൽകുക. വഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, കാരണം ഓർമ്മപ്പെടുത്തലുകൾ, ഉത്ബോധനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുണ്ടാക്കും. റബ്ബിനെ മറന്നവന് റബ്ബിനെ ഓർമ്മിക്കാൻ, സ്വർഗങ്ങളും നരകങ്ങളും മറന്നവന് ഞാൻ ഇനിയും കഷ്ടപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാൻ അതവർക്ക് ഉപകാരം നൽകും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരാണോ മരണപ്പെടുന്നത്, ഫഖദ് ഖാമത് ഖിയാമത്തു, അവൻ്റെ ഖിയാമത്ത്, അവൻ്റെ പരലോകം അവിടെ മുതൽ തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. അതിനു മുന്നേ നാം ഓരോരുത്തരും നോക്കേണ്ടത് നമ്മുടെ ഖാതിമത്ത് പ്രകാരമായിരിക്കും എന്നുള്ളതിലേക്കാണ്. എങ്ങനെയാകും നമ്മൾ മരിക്കുക? എത്ര ആളുകളുടെ മരണം നാം അറിഞ്ഞിരിക്കുന്നു. ആക്സിഡൻറ്റിൽ മരിച്ചു, ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്ന് മരിച്ചു, ഒന്നുമില്ലാതിരുന്നതാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മൻ ആശ അലാ ശൈ മാത അലൈഹി, ഏതൊരുവൻ എന്ത് കാര്യത്തിലാണോ അവൻ ജീവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗവും അവൻ എന്തിനാണോ ഉപയോഗിക്കുന്നത്, മാത അലൈഹി, അവൻ മരണപ്പെടുക ആ കാര്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗം ഫോണിലാണോ? ഭയപ്പെടണം. സംഗീതം കേൾക്കുന്നതിലാണോ? ഭയപ്പെടണം. സിനിമകളും സീരിയലുകളും കാണുന്നതിലാണോ? ഭയപ്പെടണം. വിനോദങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിലുമാണോ? ഭയപ്പെടണം. എത്ര ആളുകളുടെ കഥകൾ നാം തന്നെ കേട്ടിട്ടുണ്ട്. അവസാന സമയത്ത് അവന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഏതോ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് മരണപ്പെട്ടു. കാരണം അവൻ്റെ ജീവിതം അവൻ മാറ്റിവെച്ചത് ആ പെണ്ണിന് വേണ്ടിയിട്ടാണ്. സംഗീതത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു മരിച്ചു. കളിക്കാരൻ്റെ പേര് പറഞ്ഞു മരിച്ചു. കാര്യം എളുപ്പമല്ല. നമ്മൾ വിചാരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട്, 5 നേരത്തെ നിസ്കാരമുണ്ട്, 1 മാസം നോമ്പ് നോക്കുന്നുണ്ട്, അവസാനം മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ സുഖമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റബ്ബിലേക്ക് യാത്ര തിരിക്കാം എന്ന് നാം ഒരുപക്ഷെ ധരിച്ചു വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക. റബ്ബിനെ ആലോചിക്കാൻ നാം എത്ര സമയം വിനിയോഗിക്കാറുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിനുവേണ്ടി നാം എത്ര സമയം ചിലവഴിക്കാറുണ്ട്? അതല്ല മറ്റെല്ലാം കാര്യത്തിലാണോ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലാണോ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നീക്കിക്കൊണ്ടിരിക്കുന്നത്? അവസാനം അതിലാകുമോ എന്ന പേടി നമുക്ക് വേണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്,
തൻ്റെ അവസാനം എപ്രകാരമാകും എന്ന ആലോചനയാണ് സാലിഹീങ്ങളുടെ മുതുക് ഒടിച്ചു കളഞ്ഞത്. എന്നാൽ താന്തോന്നികൾ فكأنما أخذوا توقيعا من الأمان, അവരെന്തോ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചതുപോലെയാ, ഞാൻ എന്തായാലും മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ. അങ്ങനെയല്ല സഹോദരങ്ങളെ, ഭയപ്പെടണം. ഈ കാര്യത്തിലേക്ക് നാം ശ്രദ്ധ ചെലുത്തണം. ശരി, ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെന്താ നടക്കുന്നത്? ഒരു ഫാജിറോ കാഫിറോ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെന്താണ് നടക്കുന്നത്? നമ്മുടെ ജീവിതം നമ്മളാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. എന്ന് എങ്ങോട്ട് വരണം എന്ന് ഞാൻ തീരുമാനിച്ചാണ്. അള്ളാഹിൻ്റെ തീരുമാനത്തിന് ശേഷം ഞാൻ ഇന്ന് രാത്രി എന്ത് ഫുഡ് കഴിക്കണം എൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖദറിന് ശേഷം. എന്നാൽ മരണത്തോടു കൂടി അത് നിൽക്കും, പിന്നെ തീരുമാനങ്ങളില്ല, പിന്നെ റബ്ബിൻ്റെ തീരുമാനം. നിൻ്റെ ശരീരം എങ്ങോട്ട് പോകണം, നിൻ്റെ റൂഹ് അങ്ങോട്ട് യാത്രയാകണം, അതിനുശേഷം എന്തെല്ലാം നടക്കണം, റബ്ബിൻ്റെ തീരുമാനം. അതിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഹദീസുണ്ട്. അദ്ദേഹം പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജനാസ, നാം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മയ്യത്ത് മറമാടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി. ഖബർ ശരിയായിട്ടില്ല, കുത്തി കഴിഞ്ഞിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ ഖബർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ ചാരെ ഇരുന്നു. വജലസ്ന ഹൗലഹു, നാമും അദ്ദേഹത്തിൻ്റെ അരികിലായിരുന്നു. കഅന്ന അലാ റൂസിന തൈർ, നാം എങ്ങനെ ഇരിക്കുന്നത്? കഅന്ന അലാ റൂസിന തൈർ, നമ്മുടെ തലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത് പോലെയാണ്. ഒന്നിളകി കഴിഞ്ഞാൽ പക്ഷി പറന്നു പോകും, അത്രയും ശ്രദ്ധിച്ചിട്ടേ ഇരിക്കണത്. സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ദീനെടുക്കാൻ കാണിച്ച ആവേശവും ഉത്സാഹവുമാണിത്. ഒന്ന് തിരിഞ്ഞു പോകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വഹുവ യൽഹദ് ലഹു, ആ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിക്കുന്നു. 3 മിറാർ, 3 തവണ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരു മുഅ്മിൻ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു കാഫിർ എങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫീ ഇഖ്ബാലി മിനൽ ആഖിറ വൻഖിതാഇ മിനദ് ദുനിയ, ഒരു മുഅ്മിൻ അവൻ്റെ ദുനിയാവ് കഴിഞ്ഞ് ആഖിറത്തിലേക്ക് ഇങ്ങനെ അടുക്കുന്നുണ്ടെങ്കിൽ, തനസ്സലത് ഇലൈഹിൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള മലക്കുകൾ അവനിലേക്ക് ഇറങ്ങും. കഅന്ന അലാ വുജൂഹിഹിം അശ്ശംസ്, അവരുടെ മുഖത്ത് സൂര്യനുള്ളത് പോലെയാ, പ്രകാശിക്കുന്നുണ്ട്. മഅ കുല്ലി വാഹിദിൻ കഫനുൻ വഹനൂത്ത്, അവരുടെ അടുക്കൽ ഓരോരുത്തരുടെ അടുക്കലും കഫനുണ്ട്, കഫൻ പുടവുണ്ട്. ഹനൂത്ത്, അതുപോലെ തന്നെ സുഗന്ധവുമുണ്ട്. ഫജലസു മിൻഹു മദ്ദൽ ബസർ, ഇവൻ കാണുന്ന ദൂരെ ആ മലായികത്യങ്ങൾ വന്നിരിക്കും. ഹത്താ ഇദാ ഖറജ റൂഹുഹു, അങ്ങനെ ഇവൻ്റെ ദേഹത്തിൽ നിന്ന് ആ റൂഹ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സല്ല അലൈഹി കുല്ലു മലക്കിൻ ബൈന അസ്സമാഇ വൽ അർദ് വകുല്ലു മലക്കിൻ ഫിസ്സമാ, ഇവന് വേണ്ടി ആകാശലോകങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ മലക്കുകളും നിസ്കരിക്കും, ജനാസ നിസ്കരിക്കും. വഫുതിഹത് ലഹു അബ്വാബു സമാ, ഇവനെ മലക്കുകൾ ആകാശലോകത്തേക്ക് കൊണ്ടുപോകും. ഓരോ ആകാശത്തു നിന്നും മലക്കുകൾ ചോദിക്കും, ഇതാരാണ്? മൻ ഹാദ ഫുലാൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇതാരാണ്? മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന വ്യക്തിയാണ്, ഇന്ന വ്യക്തിയുടെ മകനായ ഇന്ന വ്യക്തിയാണ്. അങ്ങനെ അവൻ ഓരോ ആകാശങ്ങളും തുറന്നു കൊടുക്കും.
فإذا عرج بروحه قالوا ربي عبدك فلان. അങ്ങനെ ഏഴാനാകാശവും കഴിഞ്ഞാൽ മലക്കുകൾ റബ്ബിനോട് പറയും, റബ്ബേ, നിൻ്റെ അടിമയായ ഇന്ന മനുഷ്യനാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അർജിഊഹു, നിങ്ങൾ അവനെ മടക്കുക, ഭൂമിയിലേക്ക് മടക്കുക. ഫഇന്നി അഹിദ്തു ഇലൈഹിം അന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ. കാരണം നാം അവരോട് കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. നാം അവരെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്നാണ്, അതിലേക്ക് തന്നെ നാം അവരെ മടക്കും. ഖിയാമത്തിൻ്റെ നാളിൽ അതിൽ നിന്ന് തന്നെ നാം ഇവരെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ഈ റൂഹിനെ ഖബറിലേക്ക് മടക്കപ്പെടും. ഇത് റൂഹിൻ്റെ യാത്രയാണ്. ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ റൂഹിൻ്റെ യാത്രയാണ്. മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്ന് അവൻ്റെ ശരീരമാണ്. ശരീരം ഭൂമിയിൽ നിന്നുള്ളതാണ്, മണ്ണിൽ നിന്നുള്ളതാണ്. റൂഹാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. ഇതവൻ്റെ റൂഹിൻ്റെ യാത്രയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ യാത്ര എന്താ? എവിടെ നിന്നാണോ മരിക്കുന്നത് അവിടെ നാളുകൾ അവനെടുക്കും. കുളിപ്പിക്കലുണ്ട്, അവൻ്റെ മേൽ ജനാസ നിസ്കരിക്കലുണ്ട്. വീടിൻ്റെ വരാന്തയിലോ വീടിൻ്റെ ഹോളിൽ അവനെ കൊണ്ടുപോയി വെക്കും. ആളുകൾ ഓരോന്നോരോന്നായി വരും അവൻ അവസാനം നോക്കാൻ. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ അതിലുണ്ടാകും. ഉമ്മമാരും ബാപ്പാരും വന്ന് ചുംബനങ്ങൾ നൽകുന്നുണ്ട്. ഭാര്യയും മക്കളും അടുത്തിരുന്ന് കരയുന്നുണ്ട്. കുടുംബക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ട്. അങ്ങനെ അവസാനം അവനെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകും. നല്ല മുഅ്മിനാണെങ്കിൽ, നല്ല റൂഹാണെങ്കിൽ അവൻ പറയും, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോ, എന്തിനു വൈകിപ്പിക്കുന്നത്? ചീത്ത റൂഹാണെങ്കിൽ അവൻ പറയും, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവരും. ആളുകൾ നിസ്കരിക്കും, ജനാസ നിസ്കരിക്കും. അവസാനം അവൻ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കും. ദുനിയാവിൻ്റെ തിരക്കുകൾ ഓർമ്മയുണ്ടാവുകയില്ല. അതുവരെ അവൻ കണ്ടുകൂട്ടിയ കാഴ്ചകൾ അവൻ മറന്നിട്ടുണ്ടാകും. എന്തെല്ലാം കാര്യത്തിലായിരുന്നു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നത്, അതിൽ നിന്നെല്ലാം അവൻ പിൻവലിഞ്ഞിട്ടുണ്ട്. ആ നിമിഷത്തിലാണ് പല നഫ്സും പറഞ്ഞു പോവുക, റബ്ബിർജിഊൻ, റബ്ബെ നീ ഒന്ന് എന്നെ മടക്കി തന്നിരുന്നെങ്കിൽ. എന്തിനാണ് മടക്കണത്? കാണാൻ വിട്ടേച്ച് പോയ കാഴ്ചകൾ കാണാനാണോ? അല്ല. ഇനി ഒരുപാട് ജീവിക്കണമെന്നുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ? അല്ല. സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും ബാക്കിയാക്കിയിട്ടാണ് പോകുന്നത്, അതെല്ലാം തീർക്കണമായിരുന്നു. അതിനു വേണ്ടിയാണോ റബ്ബിനോട് ചോദിക്കുന്നത്? അല്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ വിട്ടേച്ച് പോയ അമലുകളുണ്ട്, ചെയ്യാൻ സാധിക്കാതെ പോയ പ്രവർത്തനങ്ങളുണ്ട്, റബ്ബെ നീ ഒന്ന് എന്നെ മടക്കിക്കൊണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കല്ല, എന്നാൽ കാര്യം അപ്രകാരമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വൃഥാ പറഞ്ഞു പോകുന്ന ഒരു വെറും വാക്ക് മാത്രമാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅഥൂൻ, പുനരുദ്ധാന നാൾ വരെ അവൻ്റെ പിന്നിലുള്ളത് ബർസഖാണ്. ഇതാണ് ശരീരത്തിൻ്റെ യാത്ര. അങ്ങനെ ആളുകൾ 6 അടി മണ്ണിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ തിരിച്ചയക്കുന്നു. ആ ഖബർ മൂടി ആളുകൾ പിരിഞ്ഞു പോകുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഇന്നഹു യസ്മഉ ഖഫ്ഖ നിആലി അസ്ഹാബിഹി ഇദാ വല്ലവ അൻ, അവൻ്റെ ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. ഫയഅതീഹി ആതിൻ, അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അന്നേത്തെ രാത്രി അവനിലേക്കൊരു മലക്ക് വരുന്നതാണ്. ഫയഖൂൽ, എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ്? മാ ദീനുക, നിൻ്റെ ദീൻ ഏതാണ്? മൻ നബിയുക, നിൻ്റെ നബി ആരാണ്? ഫയഖൂൽ, അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. വദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. വനബിയ്യി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മുഅ്മിന് അവസാനമായി നേരിടേണ്ടുന്ന ഫിത്ന ഇതാണ്. അതിനു മുന്നേ ദഖ്തത്തുൽ ഖബറുണ്ട്. ഖബർ ഒന്ന് അവൻ്റെ മേൽ ഇടുക്കും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ച സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ നജാ മിൻഹാ അഹദുൻ, ആ ഇടുക്കിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ലനജാ മിൻഹാ സഅദുൻ, അതിൽ നിന്ന് സഅദ് രക്ഷപ്പെട്ടേനെ. പക്ഷേ സഅദുൻ രക്ഷപ്പെട്ടിട്ടില്ല. ചില ഉലമാക്കൾ പറഞ്ഞു അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിന് ഇടുക്കലായിരിക്കും. പക്ഷെ അല്ലാഹു അലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൻ്റെ പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയല്ല. അത് വേദന ഉണ്ടാകും. ആ വേദനയിലൂടെ മുഅ്മിനിൻ്റെ പല പാപങ്ങളും കൊഴിഞ്ഞു പോകും. ആദ്യത്തെ രാത്രി നമ്മുടെ ഖബറിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. അള്ളാഹുവിൻ്റെ 2 മലക്കുകൾ വരുന്നു. അവർ ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. ദൃഢമായ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസമുള്ള ആളുകളെ ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറപ്പിച്ചു നിർത്തും. ആഖിറത്തിൽ ഇതാണ്, ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലാണ്, ആഖിറത്തിൽ ഈ ഫിത്നയിലാണ്. മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ പതറില്ല, അവൻ കൃത്യമായി ഉത്തരങ്ങൾ നൽകും. ഫയഖൂൽ ലഹു, അങ്ങനെ മലക്കുകൾ അവനോട് പറയും, സദഖ്ത, നീ സത്യമാണ് പറഞ്ഞത്. ثم يأتيه آت حسن الوجه طيب الريح حسن الثياب. ഈ മലക്കുകൾ പോയി കഴിഞ്ഞാൽ അവൻ്റെ അടുക്കിലേക്ക് മറ്റൊരു മനുഷ്യൻ വരും. ഹസൻ അൽ വജ്, നല്ല സൗന്ദര്യമുള്ള മുഖമാണ് അവനുള്ളത്. തയ്യിബ് റീഹ്, നല്ല സുഗന്ധം, പരിമളം അവനിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഹസന സിയാബ്, നല്ല വസ്ത്രമാണ് അവൻ ധരിച്ചിട്ടുള്ളത്. ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യൻ ഇവനോട് പറയും, അബ്ശിർ ബികറാമത്തിൻ മിനല്ലാഹ് വനഈമിൻ മുഖീം. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക. ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യൻ മരിച്ചെടുക്കുന്ന മുഅ്മിൻ പറയും, വ അൻത, നീയും, ഫബശറക അല്ലാഹു ബിഖൈർ, മൻ അൻത, നീ ആരാണ്? ഫയഖൂൽ, ഈ മനുഷ്യൻ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിൻ്റെ സൽപ്രവർത്തനങ്ങളാണ്. സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. കുടുംബക്കാരുണ്ടായിരുന്നു, ഉമ്മയുണ്ടായിരുന്നു, വാപ്പയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. അന്നേത്തെ ദിവസം നാം ഒറ്റയ്ക്കാകുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ഏകാന്തത നമ്മിൽ നിന്നും പോക്കുന്ന നമ്മുടെ അമലാണ്. നാം ചിന്തിക്കേണ്ടത്, ഇപ്രകാരം നല്ല മനുഷ്യനായിരിക്കുമോ നമ്മുടെ ഖബറിലേക്ക് വരിക? അതിനുവേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ? ثم يفتح له باب من الجنة وباب من النار فيقال هذا كان منزلك لو عصيت الله. അങ്ങനെ ഇവന് മുമ്പിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളും നരകത്തിൻ്റെ കവാടങ്ങളും തുറക്കപ്പെടും. സ്വർഗവും കാണിക്കും, നരകവും കാണിക്കും. എന്നിട്ട് നരകം കാണിച്ചിട്ട് പറയും, ഹാദാ കാന മൻസിലുക ലൗ അസൈത അല്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചിരുന്നുവെങ്കിൽ ഇതായിരുന്നു നിൻ്റെ സങ്കേതം. അബ്ദലക അല്ലാഹു ബിഹി ഹാദാ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും നിന്നെ തിരിച്ച് സ്വർഗത്തിലേക്കാക്കിയിട്ടുണ്ട്. ഫഇദാ റഅ മാ ഫിൽ ജന്ന, അങ്ങനെ അവൻ്റെ സ്വർഗത്തിലുള്ള വാർപ്പിടം, അവൻ്റെ സ്വർഗത്തിലുള്ള സുഖങ്ങളും അനുഗ്രഹങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും, റബ്ബി അജ്ജിൽ ഖിയാമ സ്സാഅ കൈമാ അർജിഉ ഇലാ അഹ്ലി വമാലി. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്നാക്കിയണമേ, എനിക്കെൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും മടങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് സഹോദരങ്ങളെ ഒരു മുഅ്മിന് സംഭവിക്കാനിരിക്കുന്നത്. എന്നാൽ ഒരു കാഫിറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച, അവൻ്റെ വിധികൾക്കും വിലക്കുകൾക്കും വിരോധങ്ങൾക്കും പുല്ലുവില നൽകിയ ഒരു താന്തോന്നിക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നൽ കാഫിറ, എന്നാൽ ഒരു കാഫിറായ വ്യക്തി, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലി മിനൽ ആഖിറ,
അവനവൻ്റെ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് ആഖിറത്തിലേക്ക് അടുക്കുമ്പോൾ നസലത് അലൈഹി മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിനമായ സ്വഭാവമുള്ള കാണാൻ പരുക്കരായ മലായികത്തുകൾ അവനിലേക്ക് ഇറങ്ങും. ഫന്തസഉ റൂഹഹു കമാ യന്തസിഉ അസ്സുഫൂദുൽ കസീർ അശ്ശഅബ മിന അസ്സൂഫിൽ മുബ്തൽ. നനഞ്ഞ പന്നിയിൽ നിന്ന് കെട്ടുള്ള കമ്പി എപ്രകാരം പ്രയാസത്തോടു കൂടിയാണോ ഊരിയെടുക്കുന്നത്, അല്ലെ, ആ കെട്ടുള്ള കമ്പിയിൽ പന്നിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് മലായികത്തുകൾ ഇവൻ്റെ റൂഹിനെ എടുക്കുക. അവൻ്റെ വാർഷത്തടിക്കുന്നുണ്ട്, അവൻ്റെ മുഖത്തടിക്കുന്നുണ്ട്, അവനിൽ നിന്ന് വേർപ്പി നന്നായി ഉറ്റുന്നുണ്ട്. ഫയൽഅനുഹു കുല്ലു മലകിൻ ബൈന സമാഇ വൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മലക്കുകളും ഇവനെ ശപിക്കുന്നുണ്ട്. വതുഗ്ലഖു അബ്വാബുസ് സമാ. ആകാശത്തിൻ്റെ കവാടങ്ങൾ അവൻക്ക് മുന്നേ തുറക്കുകയില്ല. മലായികത്തുകൾ ചോദിക്കും, മാ ഹാദിഹി നഫ്സത്തുൽ ഖബീഥ, ഏതാണ് ഈ നീചമായ നഫ്സിന് ഉടമയായ മനുഷ്യൻ, ഇത് ഏതാണ്? അങ്ങനെ അവൻ്റെ മുന്നിൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇവനെ കൊണ്ടുപോകും. റബ്ബ് സുബ്ഹാനഹു വ തആല അവനതുപോലെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ പറയും. فإنه ليسمع خفق نعال أصحابه إذا ولوا. ഇവനും ഇപ്രകാരം തന്നെ ഇവൻ്റെ ആളുകളുടെ കാലടി പാടുകൾ കേൾക്കുന്നുണ്ട്. فيأتيه آت فيقول من ربك. അങ്ങനെ ഇവനിലേക്ക് മലായികത്തുകൾ വരും. ആ മലായികത്തുകളുടെ രൂപവും ഇപ്രകാരം തന്നെയാണ്, കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപമാണ്. ഫയഖൂൽ, എന്നിട്ട് അവർ ഇവനോട് ചോദിക്കും, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ്? വമാ ദീനുക, നിൻ്റെ ദീൻ ഏതാണ്? വമൻ നബിയുക, നിൻ്റെ നബി ആരാണ്? ഫയഖൂൽ, അറിയുകയില്ല, ലാ അദ്രി. ഫയഖൂലു, എന്നിട്ട് മലക്കുകൾ ഇവനോട് പറയും, ലാ ദറൈത വമാ തലൗത, നീ വായിച്ചതുമില്ല, നീ മനസ്സിലാക്കിയതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കുന്നവൻ ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദകുമാർ ആയുസ് നൽകിയിരുന്നു. റബ്ബിൻ്റെ ആയത്തുകളും റസൂലിൻ്റെ ഹദീസുകളും ഓതി കേൾപ്പിച്ചു തന്നിരുന്നു. ലാ ദറൈത, നീ മനസ്സിലാക്കിയില്ല. വലാ തലൗത, നീ വായിച്ചതുമില്ല. വയതീഹി ആതിൻ, മലക്കുകൾ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ അടുക്കിലേക്ക് വേറൊരു മനുഷ്യൻ വരും. ഖബീഹൽ വജ്ഹ്, വിരൂപമായ രൂപമാണ് അവനുള്ളത്. ഖബീഹ സിയാബ്, അപ്രകാരം തന്നെ അവൻ്റെ വസ്ത്രവും. മുൻതിന റീഹ്, അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് ദുർഗന്ധമാണ് വമിക്കുന്നത്. ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യൻ അവനോട് പറയും, അബ്ശിർ ബിഹവാനിൻ മിനല്ലാഹി വഅദാബിൻ മുഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിന്ദ്യതയും കാലാകാലം നിലനിൽക്കുന്ന ശിക്ഷയെ കൊണ്ടും ഞാൻ നിന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ ഇവനോട് ചോദിക്കും, നീ ആരാണ്? അവൻ പറയും, ഫയഖൂലു അന അമലുകൽ ഖബീസ്, നീ എപ്രകാരം മോശമായിരുന്നു നീ നിൻ്റെ അമലുകൾ പ്രവർത്തിച്ചത് ദുനിയാവിൽ, അപ്രകാരമാണ് ഞാനും മോശമായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് ഒരു മുഅ്മിൻ്റെ നഫ്സിനും ഒരു കാഫിറിൻ്റെ നഫ്സിനും സംഭവിക്കാനുള്ളത്. നല്ല ദേഹമാണെങ്കിൽ അവൻ്റെ സ്വർഗം അവിടം മുതൽ തന്നെ തുടങ്ങും. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചതാണോ, ഹറാമുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണോ ജീവിച്ചത്, അവന് സംഭവിക്കാനിരിക്കുന്നത് ഇപ്രകാരം ഭയാനകരമായ അവസ്ഥയാണ്. പിന്നീട് ഒരു മുഅ്മിന് സഞ്ചരിക്കാനുള്ളത് അന്ത്യനാളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന് മുന്നേ സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. പണ്ഡിതന്മാർ വ്യത്യസ്ത തരത്തിൽ വേർതിരിച്ച് നമുക്ക് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു 2 തരത്തിലാണ്, വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം 3ആയി വേർതിരിച്ചതായി കാണാം. കഴിഞ്ഞുപോയ അടയാളങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം, അവിടുത്തെ ജനനം, അവിടുത്തെ മരണം, ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, വ്യഭിചാരം, പലിശ,
അത് ഭക്ഷിക്കൽ ഹറാമായതാണോ ഹലാലായതാണോ എന്ന് ഒരുവൻ ചിന്തിക്കാതെ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കൽ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന അടയാളങ്ങളുമുണ്ട്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇറക്കം, മസീഹുദ് ദജ്ജാൽ, യഅജൂജ് മഅജൂജ്, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കൽ, ഇതൊക്കെ വരാനിരിക്കുന്ന അടയാളങ്ങളാണ്. അങ്ങനെ അടയാളങ്ങളെല്ലാം കഴിഞ്ഞാൽ അവസാനം സംഭവിക്കാനുള്ളത് ഖിയാമത്ത് നാളാണ്. കാഹളത്തിലുള്ള ഊറ്റാണ്. എത്ര പ്രാവശ്യം കാഹളത്തിൽ ഊതലുണ്ട്? പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു 2 തവണയാണ് കാഹളത്തിൽ ഊതുക. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു 3 പ്രാവശ്യം ഊത്തുണ്ട്. അല്ലാഹു അലം. 2 പ്രാവശ്യമാണ് ഊത്തെന്ന് പറഞ്ഞവർ, ഒന്നാമത്തേതിൽ എല്ലാതും നശിക്കും, എല്ലാവരും മരിക്കും. രണ്ടാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു 3 ഊത്തുകളാണുള്ളത്. ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കും, എന്തോ വരാനുണ്ട്. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കും. മൂന്നാമത്തെ ഊത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എഴുന്നേൽപ്പിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഹളത്തിൽ ഊതുന്ന മലക്ക് അത് തൻ്റെ വായിലേക്ക് അടുപ്പിച്ചു വെച്ചതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള അനുമതി മാത്രമാണ് ആ മലക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തക്വീറിൽ പറഞ്ഞതുപോലെ, ഇദ ശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, വഇദൽ കവാകിബു കദറത്, നക്ഷത്രങ്ങൾ അടർന്നു വീണാൽ, വഇദ അൽ ബുഹൂറു സുജ്ജിറത്, സമുദ്രം ആളി കത്തിക്കപ്പെട്ടാൽ, വഇദൽ ഇശാറു ഉത്തിലത്, ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെട്ടാൽ, എന്ന് വെച്ചാൽ ആളുകൾ അതൊന്നും നോക്കൂല. ഗർഭിണികളായ ഒട്ടകങ്ങൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്താണ്. ആളുകൾ അന്നേത്തെ ദിവസം ഇതിലേക്കൊന്നും അവർക്ക് ശ്രദ്ധ ഉണ്ടാവുകയില്ല. വഇദൽ വുഹൂശു ഹുശിറത്, അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അതീവത്തിലാണ് നടക്കുക. എല്ലാവരും മരിക്കും, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും. യൗമ യുൻഫഖു ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം മരിക്കുന്നതാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ്, എല്ലാതും നശിക്കുന്നതാണ്. ഭയാനകരമായ സന്ദർഭമാണ്. അത് കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. പിന്നീടുള്ളത് അടുത്ത ഊത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലേക്ക് എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന ഊത്ത്. ആദ്യമായിട്ട് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം, ആദമിൻ്റെ സന്തതികളിൽ സയ്യിദായവൻ ഞാനാണ്. യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ നാളിൽ. വ അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബർ, ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക ഞാനാണ്. വ അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫിഅ, ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നതും ഞാനാണ്. ഇത് കഴിഞ്ഞ സഹോദരങ്ങളെ,
പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടും. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഹശർനാഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും മുൻഗാമികളും പിൻഗാമികളും ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അവരെല്ലാവരും നിർണയിക്കപ്പെട്ട ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും, തീർച്ചയായും നിൻ്റെ റബ്ബ് അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എവിടെയാണ് ഒരുമിച്ച് കൂട്ടുക? ഷാമിൻ്റെ ഭാഗത്താണ് എന്നൊരു ഹദീസിൽ വന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്, അന്നത്തെ ദിവസം ആകാശങ്ങളും ഭൂമികളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. ശരി, ഭൂമി തന്നെ മാറ്റുമോ അതല്ല ഭൂമിയുടെ വിശേഷണങ്ങളാണോ മാറ്റുക? ഉലമാക്കൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു ഭൂമി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. മറ്റൊരു വിഭാഗം പറഞ്ഞു അല്ല, ഭൂമി ഇത് തന്നെയായിരിക്കും, പക്ഷെ അതിൻ്റെ വിശേഷണങ്ങളാണ് മാറ്റുക. ഒരു ഇറക്കങ്ങളോ കയറ്റങ്ങളോ അതിൽ കാണാൻ സാധിക്കുകയില്ല. പരന്നതായിരിക്കും ഭൂമി അന്നത്തെ ദിവസം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യരെല്ലാവരും നടന്നു നീങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല, അന്ത്യനാളിൽ മനുഷ്യരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാതൻ, അവർ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവുകയില്ല. ഉറാതൻ, വിവസ്ത്രരായിരിക്കും. ഗുർല, ചേലാകർമ്മം ചെയ്യാത്തവരായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അന്നിസാഉ വർ-റിജാലു ജമീഅൻ, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയാണോ, ഒപ്പരമാണോ ഒരുമിച്ച് കൂട്ടപ്പെടുക? യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? കാരണം വസ്ത്രം ധരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, അല്ലയോ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്, ഒരു വിഭാഗം ആളുകൾ മറ്റു വിഭാഗം ആളുകളിലേക്ക് നോക്കുന്നതിനേക്കാൾ കാര്യം ഗൗരവപ്പെട്ടതാണ്. ആളുകളോടുകയാണ് യാ നഫ്സി യാ നഫ്സി, എൻ്റെ ദേഹമേ എൻ്റെ ദേഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആളുകൾ ഓടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം, ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം അത് ഭയാനകരമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, ഓരോ പാല് കൊടുക്കുന്ന സ്ത്രീയും തൻ്റെ കൈക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞോടുന്ന സന്ദർഭമാണ്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഓരോ സ്ത്രീകളും അതിൻ്റെ പ്രകമ്പനം കാരണം പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറ, നീ ജനങ്ങളെയെല്ലാം ഒരു മത്തു പിടിച്ചതുപോലെയാണ് കാണുക. വമാഹും ബിസുകാറ, എന്നാൽ അവർക്ക് മത്തു പിടിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അത് ഭയാനകരം തന്നെയാണ്. ഇങ്ങനെ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈദാ, ഒരു വെളുത്ത പ്രദേശത്താണ് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക. അതിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആനയിച്ചു കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ കാഫിരീങ്ങൾ അവരുടെ മുഖത്ത് വലിച്ചേച്ചുകൊണ്ടാണ് അവരെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മാ, കാഫിരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഖത്ത് വലിച്ചേച്ചുകൊണ്ടാണ് കൊണ്ടുവരിക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തിനെ കുറിച്ച് ഒരു മനുഷ്യൻ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ, കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹി, ഒരു കാഫിർ എങ്ങനെയാണ് അവൻ്റെ മുഖത്ത് നടന്നു വരിക? അവൻ നടക്കുന്നവൻ്റെ കാലിലല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ അല്ലദീ അംശാഹു അലാ റിജ്ലൈൻ ഫി ദുനിയ ഖാദിറൻ അലാ യുംശിഹു അലാ വജ്ഹി യൗമൽ ഖിയാമ, ദുനിയാവിൽ ഒരു മനുഷ്യനെ കാലിൽ നടത്തിപ്പിച്ചവന് അവൻ ഖിയാമത്ത് നാളിൽ മുഖത്ത് വലിച്ചേച്ചു കൊണ്ടുവരാൻ
സാധിക്കുന്നവനല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ അപ്രകാരമാണ് മഹ്ശറിലേക്ക് കൊണ്ടുവരിക. നാം പറഞ്ഞു, മനുഷ്യർ അന്ന് വിവസ്ത്രമായിരിക്കും, വസ്ത്രം ഉണ്ടാവുകയില്ല. ആരാണ് ആദ്യമായിട്ട് വസ്ത്രം ധരിപ്പിക്കപ്പെടുക? ഹദീസിൽ വന്നതുപോലെ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പിന്നീട് സഹോദരങ്ങളെ, മഹ്ശറിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലുള്ള നൃത്തമാണ്. ഓരോരുത്തരും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഏതെല്ലാം ആളുകളുണ്ടോ അവരോടെല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേത്തെ ദിവസം സംസാരിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം ഇറങ്ങി വരും ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ. ജനങ്ങൾക്ക് അവിടെ വെച്ചാണ് അവരുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുക. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കാണും. റബ്ബ് സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളോട് അവർ എന്തിനായിരുന്നു ആരാധിച്ചിരുന്നത് അതിനെ പിൻപറ്റാൻ പറയും. ഫമിൻഹും മൻ യത്ബഉ ശംസ്, സൂര്യനെ പിൻപറ്റുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്, കാരണം അവർ ആരാധിച്ചത് സൂര്യനായിരുന്നു. വമിൻഹും മൻ യത്ബഉൽ ഖമർ, ചന്ദ്രനെ പിൻപറ്റുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യത്ബഉ തവാഗീത്, ഈ താഗൂത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെട്ടവയെ പിൻപറ്റുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. മുഅ്മിനീങ്ങൾ അവിടെ നിന്ന് പറയും, ഇനി നാം കാത്തു നിൽക്കുന്ന നമ്മുടെ റബ്ബിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വരും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കും. ശരി, എല്ലാവരും അല്ലാഹുവെ നോക്കുവോ? മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും എല്ലാവരും അല്ലാഹുവെ ഖിയാമത്ത് നാളിൽ വെച്ച് കാണുമോ? 3 അഭിപ്രായങ്ങളാണ് ഉലമാക്കൾക്കുള്ളത്. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു എല്ലാവരും കാണും. കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അന്നേ ദിവസം കാണും. ചിലർ പറഞ്ഞു ഇല്ല, അന്നേ ദിവസം കാണുക പുറമേക്ക് ഈമാൻ പ്രകടിപ്പിച്ചവരാണ്. കാഫിരീങ്ങൾ കാണാൻ സാധിക്കില്ല, പക്ഷെ പുറമേക്ക് ഈമാൻ പ്രകടിപ്പിച്ചവർ മുനാഫിഖീങ്ങൾ അവർ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു അന്ന് എല്ലാവരും കാണും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ. പക്ഷേ കാഫിരീങ്ങളുടെ കാണൽ മുഅ്മിനീങ്ങളുടെ കാഴ്ച പോലെയല്ല. മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കുന്നത് അത് ആസ്വാദനത്തിൻ്റെ നോട്ടമാണ്, ആനന്ദത്തിൻ്റെ നോട്ടമാണ്. എന്നാൽ കാഫിരീങ്ങൾക്ക് അത് ശിക്ഷയുടെ നോട്ടമാണ്. ഏതുപോലെ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും വിഗ്രഹത്തേക്ക് ഒപ്പിച്ച് വെച്ചാൽ വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാവും. ഓപ്പനെ കാണാൻ പേടിയായിട്ടാണോ? അല്ല, അവർക്കറിയാം ഒന്ന് അതിനെ ഓപ്പനെടുത്ത് എന്ത് കിട്ടാനുണ്ട്, അടി കിട്ടാനുണ്ട്. വലില്ലാഹിൽ മസലുൽ അഅല. അപ്രകാരം കാഫിരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. പിന്നീട് സഹോദരങ്ങളെ, നടക്കാനുള്ളത് ഹിസാബാണ്, വിചാരണയാണ്. വിചാരണ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലാണ്. ഒന്നാമത്തേത് ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിച്ച് നൽകും, അവർക്ക് കാണിച്ചു കൊടുക്കും. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹൂസിബ യൗമൽ ഖിയാമത്തി ഉദ്ദിബ്, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി വിചാരണ ചെയ്യുന്നത് അവൻ നശിച്ചത് തന്നെ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് തന്നെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഫയുഹാസബു ഹിസാബൻ യസീറ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ലഘുവായിട്ടാണ് അവർ വിചാരണ ചെയ്യപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാകിൽ ഹിസാബ്, അത് ഹിസാബല്ല, ഇന്നമാ ദാകിൽ അർദ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രദർശിപ്പിച്ച് നൽകലാണ്. മന്നൂഖിഷൽ ഹിസാബ്, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ഹിസാബ് ചെയ്തത്, വിചാരണ ചെയ്തത്, ഉദ്ദിബ, അവനാണ് ശിക്ഷിക്കപ്പെടുക. എന്താണ് സഹോദരങ്ങളെ അർദ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ പ്രവർത്തനങ്ങൾ അവന് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയെ അവനിലേക്ക് അടുപ്പിക്കും.
ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടിയ സമയമാണ്. ഫയഖൂൽ, എന്നിട്ട് റബ്ബിനോട് ചോദിക്കും, അതഅരിഫു ദംബ കദാ, അതഅരിഫു ദംബ കദാ, ഇന്ന സമയത്ത് നീ പ്രവർത്തിച്ച ഇന്ന തെറ്റുകളെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ഫയഖൂൽ, അവൻ പറയും, നഅം ഐ റബ്ബ്, റബ്ബ് എനിക്ക് ഓർമ്മയുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അവനവൻ്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ സമ്മതിച്ചു കൊടുത്താൽ, വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്, അവനവൻ്റെ നഫ്സിൽ അവനോട് തന്നെ പറഞ്ഞു കാര്യം തീർന്നിട്ടുണ്ട്, നശിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹ അലൈക ഫിദ്ദുനിയ, ഈ പാപങ്ങൾ ഞാൻ നിനക്ക് ദുനിയാവിൽ ആളുകളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു, ആളുകൾ അത് കണ്ട് നീ വശമായിട്ടില്ല. വഅന അഗ്ഫിറുഹ ലക അൽയൗം, ഇന്നത്തെ ദിവസം ഞാനിത് നിനക്ക് പുറത്തു നൽകുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിൻ്റെ കാര്യം നോക്കി നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാൻ നമ്മുടെ പല തിന്മകളും ആളുകൾക്ക് മുന്നിൽ കാണിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ, ലൗ കാന ലിദ്ദുനൂബി റായിഹ, പാപങ്ങൾക്ക് തിന്മകൾക്ക് ഗന്ധമുണ്ടായിരുന്നെങ്കിൽ, മാ ജാലസനി അഹദ്, ഒരാളും എൻ്റെ അരികിലിരിക്കുമായിരുന്നില്ല. ഒരു കവി പാടിയതുപോലെ, ലൗ അലിമു ഖബീഹ ശരീറത്തി, എൻ്റെ രഹസ്യത്തിൻ്റെ മ്ലേച്ഛത അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, എന്നെ കാണുന്നവർ എന്നോട് സലാം പോലും പറയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അത് മറച്ചു വെച്ചു. വഅന അഗ്ഫിറുഹ ലക അൽയൗം, ഖിയാമത്തിൻ്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്ത് നൽകുന്നു. ഉലമാക്കൾ പറയാറുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദുനിയാവിൽ സംഭവിക്കുന്ന മുസീബത്തുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റവും കൂടുതൽ പൊറുക്കുന്ന കാരണം എന്താണ്? റഹ്മത്തു റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. റബ്ബിൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഒരുവനും സ്വർഗത്തിലേക്ക് കടക്കുമായിരുന്നില്ല. പിന്നീട് വരാനുള്ളത് വിചാരണയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, മനുഷ്യർക്ക് അവരുടെ കർമ്മങ്ങളുടെ രേഖ നൽകപ്പെടും. നല്ല മുഅ്മിനാണെങ്കിൽ വലം കൈയിലേക്ക് നൽകപ്പെടും. ചീത്ത നഫ്സാണെങ്കിൽ, താൻ തോന്നിയാണെങ്കിൽ, കാഫിറാണെങ്കിൽ അവനവൻ്റെ ഇടം കൈയിലേക്കാണ് നൽകപ്പെടുക, മുതുകിൻ്റെ ഭാഗത്തു കൂടെ. നൽകപ്പെടുന്ന സമയത്ത് മുഅ്മിൻ പറയും, ഹാ ഉമുഖ്റഉ കിതാബിയ, ഇതാ നോക്കൂ, എൻ്റെ രേഖ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ചീത്ത നഫ്സാണെങ്കിൽ അവൻ പറയും, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രേഖകൾ പിന്നീട് അവന് നൽകുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ أشهد أن محمدًا رسول الله، أشهد أن محمدًا رسول الله. حي على الصلاة،
على الفلاح. الله أكبر الله أكبر لا إله إلا الله. സഹോദരങ്ങളെ, പിന്നീട് അവൻ്റെ ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. പിന്നെയുള്ളത് മീസാനാണ്. വനദഉൽ മവാസീന ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്ത്യനാൾ നാം തുലാസിനെ അവിടെ സ്ഥാപിക്കുന്നതാണ്. എന്തെല്ലാമാണ് തൂക്കപ്പെടുക? 3 കാര്യങ്ങളാണ് മീസാനിൽ തൂക്കപ്പെടുക. ഒന്നാമത്തേത് മനുഷ്യൻ തൂക്കപ്പെടും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നതുപോലെ. രണ്ടാമത്തേത് കർമ്മത്തിൻ്റെ ഏടുകൾ തൂക്കപ്പെടും, ഹദീസ് ബിതാഖയിൽ വന്നതുപോലെ. മൂന്നാമത്തേത് കർമ്മങ്ങൾ തൂക്കപ്പെടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ. ആരുടെ തുലാസാണോ കനം തൂങ്ങിയത്, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. വമൻ ഖഫത് മവാസീനുഹു, എന്നാൽ ആരുടെ തുലാസാണോ കനം കുറയുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയാണ്. വമാ അദ്റാക മാ ഹിയ, ഹാവി എന്താണ് എന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാണത്. അങ്ങനെ മീസാനും കഴിഞ്ഞാൽ പിന്നീടുള്ളത് സിറാത്ത് പാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇം മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളെല്ലാവരും അതിലേക്ക് വന്നെത്തുന്നതാണ്. പല മുഫസ്സിരീങ്ങളും പറഞ്ഞതുപോലെ സിറാത്ത് പാലമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തെ വിശേഷിപ്പിച്ചത് അദഖു മിന ശഅർ, മുടിയേക്കാൾ നേരിയതാണ്. അഹദ്ദു മിന സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതുപോലെ തന്നെ മദ്ഹബത്തുൻ മസല്ല, അത് അവിടെ നിന്ന് വഴുതി പോകുന്ന ഒരു പ്രതലമായിരിക്കും. അലൈഹ കലാലീബ്, അതിൻ്റെ മുകളിൽ കൊളുത്തുകളുണ്ട്. ഇതെല്ലാം സിറാത്തിൻ്റെ വിശേഷണങ്ങളാണ്. 3 ആളുകളാണ് സിറാത്തിൻ്റെ മുകളിൽ. ആളുകൾ 3ആയി വേർതിരിക്കപ്പെടും. ഒന്നാമത്തേത് കൊളുത്തുകളാൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നവർ. രണ്ടാമത്തേത് കൊളുത്തുകൾ കൊണ്ട് അവന് ശരീരത്തിൽ മുറിവുകളും പറ്റിയിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നവർ. മൂന്നാമത്തേത് ഇതൊന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിറാത്തിൻ്റെ മുകളിലൂടെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് കടക്കുന്നവരുണ്ട്, കാറ്റിൻ്റെ വേഗതയിൽ കടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കുതിരയുടെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്. ഇപ്രകാരം സിറാത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ് പിന്നീട് വരാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾ മാത്രമാണ്. കാഫിരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നു. പിന്നീട് മുഅ്മിനീങ്ങൾക്ക് കടക്കാനുള്ളത് ഖന്തറ എന്ന് പറഞ്ഞ ഒരു പാലമാണ്. സിറാത്ത് കഴിഞ്ഞാൽ ഖന്തറ എന്ന പാലമുണ്ട്. അവിടെ വെച്ചിട്ട് ആളുകൾ തമ്മിലുള്ള ഹക്കുകൾ, ആളുകൾ തമ്മിലുള്ള ബാധ്യതകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. മുഅ്മിനീങ്ങളെ അവിടെ നിന്ന് പരിശുദ്ധപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. എല്ലാവിധ വിദ്വേഷങ്ങളും പകയും അസൂയയും അതിൽ നിന്നെല്ലാം മുഅ്മിനീങ്ങൾ ശുദ്ധരായതിനു ശേഷം മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സഹോദരങ്ങളെ, പിന്നീട് ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫി സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലും മറുവിഭാഗം നരകത്തിലും. നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, ഇതിലേത് വിഭാഗത്തിലായിരിക്കും ഞാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഅ്ത അൽ മൗതു അലാ സൂറത്തിൽ കബശ്, അവിടെ നിന്ന് മരണം ഒരാട്ടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും അല്ലാഹു സുബ്ഹാനഹു വ തആല.
എന്നിട്ട് അവിടുന്ന് മലക്ക് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗത്തിൻ്റെ ആളുകളെ, സ്വർഗനിവാസികളെ, ഫയശ്റഇബ്ബൂന വയൻദുറൂൻ, അവർ ഈ മലക്കിലേക്ക് നോക്കിയിരിക്കും. മലക്കുകൾ വിളിക്കും, യാ അഹ്ലൻ നാർ, നരകത്തിൻ്റെ ആളുകളെ, ഫയശ്റഇബ്ബൂന വയൻദുറൂൻ, അവർ ഇനി എന്താണ് പറയുന്നത് എന്ന് കാത്തു നിൽക്കും. വയുദ്ബഹ് അൽ മൗത്ത്, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ അറുക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മലക്ക് അവിടെ നിന്ന് പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗത്തിൻ്റെ ആളുകളെ, ഖുലൂദുൻ ബിലാ മൗത്ത്, ഇനി മരണമില്ല, കാലാകാലമാണ്. യാ അഹ്ലൻ നാർ, നരകത്തിൻ്റെ ആളുകളെ, ഖുലൂദുൻ ബിലാ മൗത്ത്, ഇനി മരണമില്ല, കാലാകാലം നരകത്തിലാണ്. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ആരെങ്കിലും സന്തോഷം കൊണ്ട് അവിടെ നിന്ന് മരിക്കുമായിരുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ ആളുകൾ മരിച്ചേനെ. ആരെങ്കിലും ദുഃഖം കൊണ്ട് മരിക്കുമായിരുന്നെങ്കിൽ നരകത്തിൻ്റെ ആളുകൾ അവിടെ നിന്ന് മരിച്ചേനെ. കാരണം ഇനി മനസ്സിലാക്കാൻ പോവുകയാണ്, ഇനി മരണമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന സമാധാനം എന്താണ്? എന്തെങ്കിലും മുസീബത്തുകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ വന്നാൽ നമുക്ക് അവസാനമുള്ളത് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയലാണ്. ഖുലൂദുൻ ബിലാ മൗത്ത്, മരണമില്ല, ഇനി ശാശ്വതമായ ജീവിതമാണ്. അവിടെ നിന്ന് മനുഷ്യർ രണ്ടായി വേർതിരിക്കുകയാണ്. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും. സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ചെറിയ വിശേഷണങ്ങൾ കൂടി നാം പഠിക്കേണ്ടതുണ്ട്. നരകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തീ ഏറെ ചൂടുള്ളതാണ്. പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. എന്നാൽ കാലം നീങ്ങുമാർ ആ തീ ഒന്ന് ചൂടണയുമോ? ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ, നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുക, ശിക്ഷയല്ലാതെ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, എപ്പോഴെല്ലാം ഈ ചൂട് അണയുന്നുവോ, സിദ്നാഹും സഈറ, അതിലേക്ക് നാം ചൂട് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. ഇനി മരണമില്ല എന്ന് ഒരു മനുഷ്യൻ അവിടെ നിന്ന് മനസ്സിലാക്കും. അവരുടെ അവലാദികളും വേവലാദികളും അട്ടഹാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുന്നുണ്ട്. അവർ നരകത്തിൻ്റെ മലക്കിനോട് പറയും, വനാദൗ യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, അല്ലയോ മാലിക്, നീയും നിൻ്റെ റബ്ബിനോട് പറ, ഇത് നിർത്തലാക്കാൻ, ഇതൊന്ന് തീർത്തരാൻ നീ ഒന്ന് നിൻ്റെ റബ്ബിനോട് പറ. മാലിക്, നരകത്തിൻ്റെ കാവൽക്കാരൻ, അവരോട് പറയും, ഇന്നകും മാകിഥൂൻ, നിങ്ങൾ ഇതിൽ തന്നെ കഴിയേണ്ടവരാണ്. ലഖദ് ജിഅനാകും ബിൽ ഹഖ്, നാം ഹഖ് കൊണ്ട് നിങ്ങളിലേക്ക് വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല. തണുപ്പില്ല, ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പ് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ, ളരീ എന്ന് പറയുന്ന ഭക്ഷണമുണ്ട്, ലാ യുസ്മിൻ വലാ യുഗ്നി മിൻ ജൂ', അവർക്കത് വിശപ്പ് അകറ്റുകയില്ല. കുടിക്കാൻ കൊടുക്കുക നരകത്തിലെ ആളുകളുടെ വിയർപ്പും ചലവുമെല്ലാമാണ്. അപ്പുറത്ത് സ്വർഗ്ഗക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുഖങ്ങളിൽ അവർ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാനീയങ്ങൾ അവർ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ഇച്ഛിക്കുന്ന എന്തോ അതെല്ലാം അവരിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുഖങ്ങളും അനുഗ്രഹങ്ങളും അവർ നുകർന്നുകൊണ്ടേ ജീവിക്കുന്നു. ഇനി മരണമില്ല എന്നവർ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, പല അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളതാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കാനുള്ള ദിനങ്ങളുണ്ട്.
റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്ക് വരും. എന്നിട്ട് അവൻ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇനി വല്ലതും വർദ്ധിപ്പിച്ച് നൽകേണ്ടതുണ്ടോ? അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, റബ്ബേ നീ ഞങ്ങളുടെ മുഖം പ്രകാശമുള്ളതാക്കിയില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ? അലം തുനജ്ജീന മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഇനി നീ ഞങ്ങൾക്ക് എന്ത് നൽകാനാണ്? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിജാബ് അവർക്ക് മുന്നിൽ അഴിക്കുന്നതാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കും. അതിനേക്കാൾ അസാധ്യകരമായ മറ്റൊരു കാര്യം അവർ സ്വർഗത്തിൽ അനുഭവിച്ചിട്ടില്ല. അതിനേക്കാൾ ആനന്ദം നൽകുന്ന ഒരു കാര്യവും അവർ സ്വർഗത്തിൽ അനുഭവിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുന്നതിലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വശാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക്, വജന്ന സ്വർഗത്തിലേക്ക്, അർദുഹാ അസ്സമാവാതു വൽ അർദ് ആകാശ ഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക്. ബദറിൻ്റെ സന്ദർഭത്തിൽ ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബഖീൻ ബഖീൻ, എത്ര നല്ല കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ആകാശ ഭൂമികളേക്കാൾ വിശാലമായ സ്വർഗം അതല്ലേ ലഭിക്കേണ്ടത്? അങ്ങനെ ബദറിൻ്റെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി ഷഹീദാവുകയാണ്. സ്വർഗമെന്ന് കേട്ടാൽ അവർ മറ്റെല്ലാം മാറ്റിവെച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്താണ് മാറ്റമുണ്ടാക്കിയത്? സ്വർഗത്തിലേക്ക് വേണ്ടി നാം എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു, ലിമിസ്ലി ഹാദാ ഫലിയഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നത് ഇതിനാകട്ടെ. സ്വർഗ്ഗക്കാരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദാലിക ഖൈറുൻ അം ഷജറത്തു സഖൂം, ഇതാണോ ഖൈറായിട്ടുള്ളത്? അതല്ല നരകത്തിലെ സഖൂം എന്ന വൃക്ഷമാണോ? സൂറത്തുൽ മുത്തഫിഫീൻ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സര്യം കാണിക്കുന്നവർ ഇതിനു വേണ്ടി മത്സര്യം കാണിക്കട്ടെ. മടി പിടിച്ചിരുന്നാൽ ലഭിക്കുന്നതല്ല ഇത്. മടി പിടിച്ചിരുന്നാൽ മാത്രം ലഭിക്കുന്നതല്ല ഇത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖാഫ അദ്ലജ്, ആരാണോ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്ന് ഭയപ്പെട്ടത് അവൻ നേരത്തെ ഇറങ്ങും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരാണ് നേരത്തെ ഇറങ്ങിയത് അവൻ അവൻ്റെ ലക്ഷ്യസ്ഥാനം കാണും. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മനസ്സിലാക്കുക, അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് ഏറെ വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ജന്ന, അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് സ്വർഗമാണ്. ശരിയാണ്, 5 നേരത്തെ നിസ്കാരങ്ങൾ കൊണ്ട് മാത്രം ലഭിച്ചേക്കാം. പക്ഷേ സ്വർഗം സഹോദരങ്ങളെ 100-ലേറെ പദവികളിലാണ്. അതിൽ സ്വർഗ്ഗക്കാർക്ക് ആകെ ഉണ്ടാകുന്ന വിഷമം ഉയർന്ന പദവികൾ നേടാൻ സാധിച്ചില്ലല്ലോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മ, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. പലതവണയായി നാം ഇത് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നാം ഒറ്റയ്ക്ക് നേരിടേണ്ടതാണ്, ഒരാളും കൂടെ ഉണ്ടാവുകയില്ല. ഖിയാമത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ സന്ദർഭത്തിലെ ഭയാനകത കാരണം താൻ എത്തിച്ചേരാനുള്ള പ്രയാസകരമായ അവസ്ഥ ആലോചിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുബസ്സറൂനഹും, അന്നത്തെ ദിവസം അവർ ആലോചിച്ചു പോകും, ഞാൻ എൻ്റെ മക്കളെ ബലിയായി നൽകിയിട്ടെങ്ങാനും അങ്ങനെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? വസാഹിബതിഹി വഅഖീ, അവൻ്റെ ഭാര്യയും സഹോദരനെയും പകരം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇതിൽ നിന്നും രക്ഷിക്കുമോ? ഒരാൾക്കും അന്നത്തെ ദിവസം രക്ഷിക്കാൻ സാധിക്കുകയില്ല. കൂടെ ഉണ്ടാവുക അമലുകൾ മാത്രമാണ്.
നിസ്കാരങ്ങൾ, നോമ്പുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ഖൽബ്, സഹോദരങ്ങൾ, ഇത് നാം ഉണ്ടാക്കിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ റബ്ബിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖിയാമത്തിൻ്റെ നാളിൽ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും ചെന്നെത്തുന്ന സന്ദർഭത്തിൽ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിൻ്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനഹ وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. وسبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.